ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൻ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് വിപണിയിൽ പ്രോഫിറ്റ് ബുക്കിംഗാണ് കാണാൻ സാധിച്ചത്. ഗ്ലോബലിയുള്ള മാർക്കറ്റ്സുകളെല്ലാം ഇന്ന് നെഗറ്റീവിലാണ്. എസ്പെഷ്യലി അമേരിക്ക എല്ലാം നല്ലൊരു നെഗറ്റീവിലാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. നിഫ്റ്റി 50 ഇന്ന് 25,910 ക്ലോസ് ചെയ്തപ്പോൾ 103 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 58,899 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 358 പോയിൻറ്റ്സ് കുറഞ്ഞ് 6822 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 18,154 ക്ലോസ് ചെയ്തപ്പോൾ 192 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 12.09 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 84,673 ക്ലോസ് ചെയ്തപ്പോൾ 277 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 6,156 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 728 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടേഴ്സിൽ നിന്ന് റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 1% ഫോളാണ് കണ്ടത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,368 ക്ലോസ് ചെയ്യുമ്പോൾ 104 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 218 പോയിൻറ്റ്സ് കുറഞ്ഞ് 36,223 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,546 ക്ലോസ് ചെയ്യുമ്പോൾ 99 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 313 പോയിൻറ്റ്സ് കുറഞ്ഞ് 55,363 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 107 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,824 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻഫ്ര 31 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 9620 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,975 ക്ലോസ് ചെയ്തപ്പോൾ 400 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 1482 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 112 പോയിൻറ്റ്സ് കുറഞ്ഞ് 10,383 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 12,184 ക്ലോസ് ചെയ്തപ്പോൾ 51 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 153 പോയിൻറ്റ്സ് കുറഞ്ഞ് 22,713 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 13 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത് 8477 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 18 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 927 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 838 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. 2009 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭാരതി എയർടെൽ ഇന്ന് 1.75% റാലി നടത്തി. ആക്സിസ് ബാങ്ക് 1.26% റാലി നടത്തി. ഏഷ്യൻ പെയിൻറ്റ്സ് 0.63%, മാരുതി 0.33%, ശ്രീറാം ഫിനാൻസ് 0.28%, ടൈറ്റാൻ 0.27%, പവർ ഗ്രിഡ് 0.24%, ഏഷ്യ മോട്ടോഴ്സ് 0.23% ആൻഡ് റിലയൻസ് 0.07% ഗെയിൻ ഇന്ന് കണ്ടു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർഗ്ലോബ് 2.27% ഫോൾ കണ്ടു. ടെക് മഹീന്ദ്ര 2.12% ഫോൾ കണ്ടു. ടാറ്റ കൺസ്യൂമർ 1.10%, ജിയോ ഫിനാൻസ് 1.94%, ഇൻഫോസിസ് 1.41%, ബജാജ് ഫിൻസ 1.41%, സിപ്ല 1.37%, അപ്പോളോ ഹോസ്പിറ്റൽ 1.36%, വിപ്രോ 1.29% ആൻഡ് ബജാജ് ഫിനാൻസ് 1.29% ഫോളാണെന്ന് കണ്ടത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ 12 മാസം മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2024 നവംബർ 30 24,131 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,910 നിൽക്കുമ്പോൾ 7.37% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,910 നിൽക്കുമ്പോൾ 9.5% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് ചാർട്ട് കാണാം. അതായത് കഴിഞ്ഞ വീക്കെൻഡിൽ 25,910.05 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അവിടുന്ന് ഇന്നലെ 26,013 പോയി വീണ്ടും ഇന്ന് പഴയ ലെവലിലേക്ക് തന്നെ എവിടെ ക്ലോസ് ചെയ്തോ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തോ ആ ലെവലിൽ തന്നെ 25,910.05 ഇന്നും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയിൽ 0% പ്രോഫിറ്റും 0 പോയിൻറ്റ്സിൻ്റെ നിൽക്കുന്നത്. ഉയർച്ചയൊന്നും ഉണ്ടാതെ സെയിം ലെവലിലാണ് 2 ദിവസം കൊണ്ട് മാർക്കറ്റ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ US ഇന്ന് നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ വരുന്നുണ്ട് 19 നവംബറിന്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.